നിർണായക ലോക ഫൈനലിലെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ നിലവിലെ ലോക ജേതാക്കളായ അർജന്റീനയ്ക്കെതിരെ ഫിഫയുടെ കടുത്ത അച്ചടക്ക നടപടി വരുന്നു. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ലോക ഫൈനലിൽ കടന്നതിന് പിന്നാലെ അർജന്റീനൻ താരങ്ങൾ നടത്തിയൊരു വിജയാഹ്ലാദ പ്രകടനമാണ് അവർക്ക് വലിയ തിരിച്ചടിയാകുക. മത്സരശേഷം ഫോക്ലൻഡ് ദ്വീപുകാർ അർജന്റീനക്കാരാണ് എന്ന രാഷ്ട്രീയ ചുവയുള്ള ബാനറുമായി അർജന്റീനൻ താരങ്ങൾ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിന്റെ മൈതാനത്തിന് ചുറ്റും വലം വെച്ചിരുന്നു. ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ നടന്ന മത്സരത്തിന് പിന്നാലെ ജിയോവാനി ലോസെൽസോ, ലിസാൻഡ്രോ മാർട്ടിനസ് എന്നിവരുൾപ്പെടെ നിരവധി അർജന്റൈൻ താരങ്ങൾ കയ്യിൽ ലാസ് മാൽവിനാസ് സൺ അർജന്റീനാസ് എന്നെഴുതിയ ബാനർ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഫോക്ലാൻഡ് ദ്വീപുകൾ എന്നതിന്റെ സ്പാനിഷ് പദമാണ് മാൽവിനാസ്. ഫോക്ലാൻഡ് ദ്വീപുകൾ എക്കാലവും തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന ഒരു ബാനർ ഉയർത്തിപ്പിടിച്ചതിനെ തുടർന്നാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. അല്പം ചരിത്രം കൂടി ഈ പശ്ചാത്തലത്തിൽ ചുരുക്കി പറയാം. ഫോക്ലാൻഡ്സ് അർജന്റീനയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് സമൂഹമാണ്. പണ്ട് മുതൽക്കേ ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ആയിട്ടാണ് ഇവിടം പ്രവർത്തിക്കുന്നത്. 1982 പട്ടാള മേധാവിക്ക് കീഴിൽ അർജന്റീനൻ സൈന്യം ഈ പ്രദേശം പിടിച്ചെടുക്കാൻ ഇവിടേക്കൊരു അധിനിവേശ ശ്രമം നടത്തി. ഇതിൽ പ്രകോപിതരായ ബ്രിട്ടൻ ഇവിടേക്ക് സൈന്യത്തെ അയക്കുകയും ഒടുവിൽ 2.5 മാസത്തോളം നീണ്ട ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ ഇവിടം തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഇന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുകയുന്ന ഒരു പ്രധാന രാജ്യാന്തര തർക്ക വിഷയമായി ഫോക്ലാൻഡ്സ് ദ്വീപുണ്ട്. 2013 ഈ ദ്വീപിൽ നടന്ന വോട്ടിങ്ങിൽ 99% പേരും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ തുടരാനാണ് തങ്ങൾക്ക് താല്പര്യമെന്നാണ് അറിയിച്ചത്. ഈ ജനഹിത പരിശോധന അർജന്റീനൻ സർക്കാർ ഇതുവരെയും അംഗീകരിച്ചിട്ടുമില്ല. സാക്ഷാൽ ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീനൻ താരങ്ങളാണ് ഈ നിയമവിരുദ്ധമായ ആഹ്ലാദ പ്രകടനങ്ങളുടെ ഭാഗമായത്. ഇതിന്റെ ചിത്രങ്ങളും വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ടോട്ടൻഹാം ഹോട്ട്സ്പറിനായി മുമ്പ് കളിച്ചിട്ടുള്ള ലോസെൽസോയും മുൻ മാഞ്ചസ്റ്റർ സിറ്റി ഡിഫൻഡറായ നിക്കോളാസ് ഒട്ടമെന്റിയുമാണ് വിവാദ ബാനർ കൈവശം വച്ചിരുന്നത്. അർജന്റീന വൈസ് പ്രസിഡന്റ് വിക്ടോറിയ വല്ലാറുവേൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരശേഷം എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലും പ്രകോപനപരമായ രാഷ്ട്രീയ പരാമർശം നടത്തിയിട്ടുണ്ട്. വിവാദ ബാനറുമായി നിൽക്കുന്ന അർജന്റീൻ ഫുട്ബോൾ താരങ്ങളുടെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. ഫോക്ലാൻഡുകാർ അർജന്റീനക്കാരാണ്. അവരെ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുന്നത് വിലക്കിയിരുന്നു. എന്നാൽ ഞങ്ങൾ ഫോക്ലാൻഡുകാരെ ഞങ്ങളുടെ രക്തത്തിലും ഹൃദയത്തിലും കൊണ്ടു നടക്കുന്നുണ്ടെന്ന കാര്യം ചിലർ മറന്നു എന്നായിരുന്നു അർജന്റീനൻ വൈസ് പ്രസിഡന്റ് പ്രതികരണം. ജൂലൈ 20 പുലർച്ചെ 12:30 നടക്കുന്ന കലാശപ്പൊരിൽ സ്പെയിനെ നേരിടാൻ തയ്യാറെടുക്കുന്നതിനിടെ അർജന്റീനൻ ടീം ഫിഫയിൽ നിന്ന് കടുത്ത അച്ചടക്ക നടപടി നേരിടുകയാണ്. ഫുട്ബോൾ മത്സരങ്ങൾക്കിടയിൽ പ്രകോപനപരമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും ബാനറുകളും പ്രദർശിപ്പിക്കുന്നതിനെതിരെ ഫുട്ബോൾ നിയമനിർമ്മാതാക്കളായ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡും കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. ഫുട്ബോൾ താരങ്ങൾ മത്സരത്തിനിടയിലോ മത്സരശേഷമോ രാഷ്ട്രീയമോ മതപരമോ വ്യക്തിപരമോ ആയ മുദ്രാവാക്യങ്ങൾ, പ്രസ്താവനകൾ, ചിത്രങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കരുത് എന്നാണ് IFAB റൂൾ ബുക്ക് പറയുന്നത്. കളിക്കാർ മത്സരവേദിയിൽ ഒളിപ്പിച്ച നിലയിലോ ബാനറുകളിലോ അടിവസ്ത്രങ്ങളിലോ ഇത്തരം പ്രകോപനപരമായ സന്ദേശങ്ങൾ ഒളിപ്പിച്ച് കടത്താനോ പ്രദർശിപ്പിക്കാനോ പാടില്ലെന്നതാണ് ഫിഫ നിയമം. ഇത്തരത്തിലൊരു കുറ്റം ചെയ്തതായി തെളിഞ്ഞാൽ കളിക്കാരനോ അല്ലെങ്കിൽ ടീമിനോ മത്സര സംഘാടകരായ IFABയും ഫിഫയും ചേർന്ന് ശിക്ഷ വിധിക്കും. ഏതാനും താരങ്ങൾക്ക് മാത്രമായോ ടീമിന് മൊത്തമായോ കുറച്ച് മത്സരങ്ങളിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ലോകകപ്പിന്റെ കലാശപ്പൊരിന് നിറം കെടും. നിലവിൽ ഇത്തരമൊരു കടുത്ത നടപടിക്ക് ഫിഫ തയ്യാറാകുമോ എന്നതാണ് പ്രധാന ചോദ്യം.